നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി അയോധ്യയിൽ ആവേശമായി റോഡ് ഷോ. മൂന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു. മറ്റന്നാൾ വിധിയെഴുതുന്നത് 92 മണ്ഡലങ്ങൾ. കള്ളക്കടലിൽ വലഞ്ഞ തീരം. തിരുവനന്തപുരത്തും കൊച്ചിയിലും ആലപ്പുഴയിലും വെള്ളം കയറി. സംസ്ഥാനത്ത് ചൂട് കുറയുന്നില്ല. മറ്റന്നാൾ വേനൽ മഴ ശക്തിപ്പെടാൻ സാധ്യത. ഡ്രൈവർ യദുവിനെ പൂട്ടാൻ പോലീസ്. തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ ഫോണിൽ സംസാരിച്ചത് 1 മണിക്കൂർ. റിപ്പോർട്ട് KSRTCക്ക് നൽകും. മൂന്നാറിൽ വീണ്ടും രാഷ്ട്രീയ നീക്കങ്ങൾ. എസ് രാജേന്ദ്രനെ കണ്ട് BJP നേതാക്കൾ. എത്തിയത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ. രാഷ്ട്രീയമില്ലെന്ന് രാജേന്ദ്രൻ. ബംഗാളിൽ സർക്കാർ ഗവർണർ പോര് രൂക്ഷം. ലൈംഗിക പീഡന പരാതിയിൽ അന്വേഷണവുമായി സഹകരിക്കുന്നെന്ന് ജീവനക്കാരോട് ഗവർണർ. നാളെ പോലീസിന് മുന്നിൽ ഹാജരാകാൻ 3 ജീവനക്കാർക്ക് നിർദ്ദേശം. എറണാകുളത്ത് സ്വകാര്യ ഹോസ്റ്റലിൽ യുവതി പ്രസവിച്ചു. പോലീസിനെ അറിയിച്ച് സുഹൃത്തുക്കൾ. അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി. യുവതി ഗർഭിണിയായിരുന്നത് അറിഞ്ഞിരുന്നില്ലെന്ന് സുഹൃത്തുക്കൾ. HD രേവണ്ണയെ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഭാര്യയുടെ മൊഴിയെടുക്കും. പ്രജ്വൽ രേവണ്ണ ഉടൻ കീഴടങ്ങിയേക്കും. ബജ്രംഗ് പൂനിയയെ സസ്പെൻഡ് ചെയ്ത് നാഡ. നടപടി ട്രയൽസിൽ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിട്ടില്ലെന്ന് പൂനിയ. പ്രതികാര നടപടിയെന്നും താരം. നോക്കാം വിശദമായ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പ്രാർത്ഥനയ്ക്കൊപ്പം പൂജാ ചടങ്ങുകളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. അതിനുശേഷം അയോധ്യയിൽ റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കുകയാണ്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പമായിരുന്നു മോദിയുടെ റോഡ് ഷോ. കാർത്തിക വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. കാർത്തിക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തുകയാണ്. രാമജന്മഭൂമിയിൽ പ്രാൺപ്രതിഷ്ഠയ്ക്ക് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി അയോധ്യയിലെത്തുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. വീണ്ടും അയോധ്യ ഒരു വിഷയമാക്കി, അല്ലെങ്കിൽ അയോധ്യയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു നീക്കം കൂടി ഈ സന്ദർശനത്തിന്റെ ഭാഗമാണ് എന്ന് കരുതാമല്ലോ, അല്ലെ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് മോദി അയോധ്യ ക്ഷേത്രത്തിൽ രണ്ടാമതും ദർശനത്തിനെത്തുന്നത് എന്നതാണ് ഏറ്റവും ഹൃദയം. ജനുവരി 22-നായിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. ജനുവരി 22-ന് ശേഷം ആദ്യമായാണ് മോദി രാമജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിലെത്തി ഇന്ന് പ്രാർത്ഥന നടത്തുന്നത്. പൂജാ ചടങ്ങുകളിലും അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷമാണ് അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. നിലവിൽ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയോധ്യ നഗരത്തെ ആകെ ആവേശം കൊള്ളിച്ചുകൊണ്ടാണ് മോദിയുടെ റോഡ് ഷോ പുരോഗമിക്കുന്നത് എന്നതാണ് ഏറെ ഹൃദയം. നേരത്തെ സുഗ്രീവ ഫോർട്ടിൽ നിന്നാണ് ഈ റോഡ് ഷോ ആരംഭിച്ചത്. അത് ലതാ ചോക്കിലേക്ക് നീങ്ങുകയാണ്. 2 കിലോമീറ്റർ നീളമുള്ള 2 കിലോമീറ്ററോളം വരുന്ന ദൂരമാണ് ഈ റോഡ് ഷോ നടക്കുന്നത്. അത്തരത്തിൽ റോഡിന് ഇരുവശവും മോഡിയെ വരവേൽക്കാനായി ആയിരങ്ങളാണ് ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത്. ചിലർ പരമ്പരാഗത വേഷങ്ങളിലെത്തി മോദിയെ സ്വീകരിക്കുന്ന കാഴ്ചകൾ വരെ അയോധ്യയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും റോഡ് ഷോ കടന്നു പോകുന്ന വീഥികളിലെല്ലാം മോദിക്ക് ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിക്കുന്നത്. മോദിക്കൊപ്പം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉണ്ട്. 5ാം ഘട്ടത്തിലാണ് അയോധ്യ ഉൾപ്പെടുന്ന പ്രദേശം വിധി എഴുതുന്നത്. 5ാം ഘട്ടം എന്ന് പറയുമ്പോൾ മെയ് 20-നാണ് അയോധ്യ ജില്ല ഉൾപ്പെടുന്ന ഫസിയാബാദിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് മോദിയുടെ റോഡ് ഷോ എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഏതായാലും ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നു ഇന്നത്തെ മോദിയുടെ
രാമക്ഷേത്ര സന്ദർശനവും അതിനുശേഷമുള്ള റോഡ് ഷോയും. വലിയ തോതിലുള്ള ജനക്കൂട്ടമാണ് മോദിയെ കാണാനായി അയോധ്യയിൽ റോഡിന് ഇരുവശവും അണിനിരക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ നേരത്തെ സുഗ്രീവ ഫോർട്ടിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ലാൽ ചൌക്കിൽ അവസാനിക്കും. ഇന്ന് യു.പിയിൽ 2 പൊതു റാലികളിലും മോദി പങ്കെടുത്തിരുന്നു. ഈ പൊതു റാലികളിൽ ഒന്ന് എറ്റാവയിലായിരുന്നു. എറ്റാവ എന്ന് പറയുമ്പോൾ സമാജ്വാദി പാർട്ടിക്ക് നിർണായക സ്വാധീനമുള്ള ഒരു പ്രദേശം കൂടിയാണ്. ആ സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം കോൺഗ്രസിനെയും എസ്.പിയെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്നതായിരുന്നു ഏറ്റവും ശ്രദ്ധേയം. സമാജ്വാദി പാർട്ടിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ഇന്ന് മോഡിയുടെ വാക്കുകൾ. സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസും എസ്.പിയും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ. നേരത്തെ കോവിഡിന്റെ ഘട്ടത്തിൽ വാക്സിനെതിരെ സമാജ്വാദി പാർട്ടി നേതാക്കൾ സ്വീകരിച്ച നിലപാടടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഏതായാലും ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്ര സന്ദർശനം, അതിനുശേഷം റോഡ് ഷോ. അയോധ്യ നഗരത്തിലാകെ മോഡിയുടെ റോഡ് ഷോ ഇപ്പോൾ ആവേശപൂർവ്വം പുരോഗമിക്കുകയാണ്. കാർത്തിക, രാമജന്മഭൂമിയിൽ പ്രാൺപ്രതിഷ്ഠ നടന്നതിന് ശേഷം ബി.ജെ.പിയുടെ പ്രതീക്ഷ അത് വാനോളം ഉയർന്നത് നമ്മളൊക്കെ കണ്ടതാണ്. അതിനുശേഷം വീണ്ടും പ്രധാനമന്ത്രി അതേ സ്ഥലത്തേക്ക് അയോധ്യയിലേക്ക് എത്തുമ്പോൾ, പ്രത്യേകിച്ചും 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ, നിർണായകമായ വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ മോദി വീണ്ടും അയോധ്യയിലേക്ക് എത്തുമ്പോൾ അത് എത്രമാത്രം വലിയ പ്രതീക്ഷയാണ് ബി.ജെ.പിക്ക് നൽകുന്നത്? ആദ്യ 2 ഘട്ടങ്ങളിലായി യു.പിയിലെ 16 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഏതാണ്ട് 60-നടുത്ത് സീറ്റുകളിലാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. ആദ്യ 2 ഘട്ടങ്ങളിലായി 16 സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തപ്പോൾ തന്നെ ബി.ജെ.പിക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ശ്രദ്ധേയം, ഉത്തരേന്ത്യയിൽ ബി.ജെ.പി ഏറ്റവും കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്നത് യു.പിയിൽ നിന്നാണ്. യു.പിയിൽ ആകെ 80 സീറ്റുകൾ. 2019 തെരഞ്ഞെടുപ്പിൽ യു.പിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിരുന്നു. 62 സീറ്റുകൾ അന്ന് ബി.ജെ.പിക്ക് ലഭിച്ചു. സമാനമായ സാഹചര്യം ഇത്തവണയും ഉണ്ടാകും എന്ന് ബി.ജെ.പി കണക്കുകൂട്ടുന്നു. അതിനു കൂടിയാണ് അത്തരത്തിൽ യു.പിയിൽ പരമാവധി നേട്ടം കൊയ്യുക എന്ന ലക്ഷ്യത്തോടെ ബി.ജെ.പി നടത്തിയ പ്രചരണങ്ങളുടെ ഭാഗം കൂടിയായി വേണം ഈ റോഡ് ഷോയെ നമുക്ക് കണക്കാക്കാൻ. ഏതായാലും ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠ ലോകം തന്നെ ഉറ്റുനോക്കിയ ചടങ്ങായിരുന്നു. അതിനുശേഷം മോഡി വീണ്ടും ആ ക്ഷേത്രത്തിലെത്തുന്നു, ദർശനം നടത്തുന്നു. ആ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയ ശേഷം അയോധ്യ നഗരത്തിൽ റോഡ് ഷോ നടത്തുന്നു. 2 കിലോമീറ്ററോളം വരുന്ന റോഡ് ഷോ. ആ റോഡ് ഷോയിൽ മോഡിയെ കാണാൻ ഇരുവശവും ആയിരങ്ങൾ അണിനിരക്കുന്നു. ഇത്തരത്തിൽ പ്രവർത്തകരെയും നേതാക്കളെയും എല്ലാം ഒരുപോലെ ആവേശത്തിലാക്കിക്കൊണ്ട് യു.പിയിലെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി നിർത്തുകയാണ് ബി.ജെ.പി. യു.പിയിൽ നിന്ന് ഇത്തവണ ബി.ജെ.പി വലിയ തോതിൽ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. നേരത്തെ 400-ലധികം സീറ്റുകളോടെ അധികാരത്തിലെത്തുമെന്നായിരുന്നു മോദിയുടെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനത്തിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നത് യു.പിയിലെ സീറ്റുകൾ തന്നെയാണ്. 80 സീറ്റുകളിൽ പരമാവധി നേട്ടം കൊയ്യുക, അത് തന്നെയാണ് ലക്ഷ്യം. ഏതായാലും മെയ് 20-ന് 5ാം ഘട്ടത്തിൽ ഫൈസാബാദ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് ബി.ജെ.പി കണക്കുകൂട്ടുന്നു. അതിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ അയോധ്യ നഗരത്തിൽ ഒരു റോഡ് ഷോ. ഭവ്യ, തീർച്ചയായും വി.ആർ. കാർത്തികാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകൾ നോക്കാം. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് മുതലപ്പുഴയിലും അഞ്ചുതെങ്ങിലും ശക്തമായ തിരമാല. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് രാത്രി തന്നെ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് 3 വീടുകളിലാണ് കടൽ ജലം ഇരച്ചു കയറിയത്. ഇപ്പോൾ നമ്മളുള്ളത് ഈ രാവിലെയുള്ള തിരയടിയിൽ തകർന്ന വീടിന് മുന്നിലാണ്. ഇവിടുത്തെ വീട്ടമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് എത്ര മണിക്കായിരുന്നു ഈ വീടിൽ ഇങ്ങനെ വെള്ളം കയറിയത്? രാവിലെ ഒരു 7:30 മണിയായിരുന്നു. നമ്മൾ പള്ളിയിൽ പോണ സമയത്തിലാണ്. അപ്പോൾ മെമ്പർ വന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടലൊക്കെ കയറുന്നുണ്ട്, ഞാൻ നോക്കാൻ വന്നെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സംസാരിച്ചിട്ട് ഇവിടെ വെളിയിൽ നിൽക്കവെയാണ് അന്നേരം കടലടിച്ച് ഇതവിടെ ഇടിഞ്ഞ് ഇങ്ങോട്ട് വന്ന് റോഡ് ഇവിടെ നിന്ന് കയറി റോഡ് ക്രോസായി വന്ന് കടൽ. വളരെ ഈ തിര കയറിയപ്പോൾ തന്നെ വീട് പൊളിഞ്ഞോ അതോ കുറെ കഴിഞ്ഞിട്ടാണ്? ഇല്ല, അന്നേരം തന്നെ ഇടിച്ച് ഇതായി വന്നു. പിന്നെ ആകുമ്പോഴാണ് കുറച്ചുകൂടെ ഇതായി വന്നത്. ഈ പൊളിഞ്ഞു കിടക്കുന്നത് ആ ഭാഗത്തുള്ള കട്ടയാണല്ലേ? അതാണ്. അടിയിൽ മണ്ണൊന്നും ഇല്ല, അടിഭാഗത്തൊന്നും മണ്ണെല്ലാം പോയി. ഇവിടെ ആരൊക്കെ താമസിച്ചിട്ടുണ്ട്? ഇവിടെ ഞാൻ, ഹസ്ബൻഡ്, 2 പിള്ളേർ. അവരൊക്കെ എങ്ങോട്ട് പോയി? ഹസ്ബൻഡ് അതുണ്ട്, പിള്ളേർ 2 പേരും അമ്മയുടെ അവിടെ ആക്കിയിട്ടുണ്ട്. രാത്രി കടലാക്രമണം ഉള്ളോന്ന് അറിഞ്ഞുകൊണ്ട് പിള്ളേരെ ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ 2 പേരാണ്. സാധനങ്ങൾ ഉള്ളോണ്ട് നമ്മളിത് തുറന്നു കിടക്കുമ്പോൾ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ 2 പേരും ഇവിടെ സ്റ്റേ ചെയ്തത്. പിള്ളേരെ അവിടെ ആക്കിയായിരുന്നു. ഇത് നേരത്തെ ഇങ്ങനെ കടലാക്രമണം വരുമ്പോൾ വീട്ടിൽ കർക്കിടക സമയം ആകുമ്പോഴൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. അന്നേരം നമ്മൾ ഇതേപോലെ വൃത്തിയാക്കും. പിന്നെ വേറെ വീടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണ്. അപ്പൊ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ പേരിൽ സ്ഥലം മേടിച്ചു കൊടുത്തായിരുന്നു. അതിലാണ് ഇപ്പൊ ഭവനം വെച്ചിട്ടിരിക്കുന്നത് ഫിഷറീസ് വഴി 4 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ. പക്ഷെ അവിടെ 2 കെടു പൈസ കിട്ടി, ഇനി ബെൻഡിങ്ങിൽ കിടക്കുകയാണ്. അതുകൊണ്ട് വീട് പണി പൂർത്തിയാകാതിരിക്കുകയാണ്. നമുക്ക് വേറെ താമസിക്കാനും വേറെ വീടില്ല.
അപ്പൊ മറ്റൊരിടത്ത് ഇങ്ങനെ വീടിന്റെ പണി നടക്കുന്നുണ്ട്, പൂർത്തിയായിട്ടില്ല. ഇവിടെ ഈ മറ്റു വീടുകളിലൊക്കെ വെള്ളം കയറുന്നുണ്ടല്ലോ, അവരൊക്കെ ബുദ്ധിമുട്ടിലാണോ? ഇവിടെ അപ്പുറത്ത് ഒരു വീടുണ്ട്, അവിടെയും കയറുന്നുണ്ട്. പിന്നെ മുഖ്യ വീടുകളും ഇവിടുന്ന് താമസം മാറിയ വീടുകളാണ്. ഇതിപ്പം ആരെങ്കിലും ഒക്കെ വന്ന് നോക്കിയായിരുന്നോ? നമ്മള് ഇവിടുത്തെ വാർഡ് മെമ്പർ മാത്രം വന്നായിരുന്നു. പിന്നെ ഇതേപോലെ ന്യൂസിൽ നിന്ന് ആൾക്കാർ വന്നായിരുന്നുണ്ട്. ഈ കള്ളക്കടല് സാധാരണ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇത്രയും ഇങ്ങനെ വീട്ടിൽ കയറാറുണ്ട്? അത് ഈ മഴക്കാലത്ത് പ്രാവശ്യം കള്ളക്കടൽ വന്നപ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു. അന്നേരമാണ് ആ ജനലൊക്കെ പൊട്ടിപ്പോയത്. അതിനു മുമ്പ് കർക്കിടക സമയം വരുമായിരുന്നു. അന്നേരം അകത്തുകൂടെ ഇങ്ങനെ കയറി വരുമായിരുന്നു. കിച്ചന്റെ വാതിൽ നിന്ന് വന്നിട്ട് ഫ്രണ്ട് വരെ വരുമായിരുന്നു. അങ്ങ് മൊത്തം നിറയും. എന്നിട്ട് 2-3 ദിവസം, ഒരാഴ്ച, ചിലപ്പോൾ ഒരാഴ്ച കാണും. അന്നേരം നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ഈ കള്ളക്കടല് നേരത്തെ ഇങ്ങനെ എപ്പോഴും എല്ലാ വർഷവും ഉണ്ടാവാറില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന പ്രതിഭാസമാണ് ഈ കള്ളക്കടലെന്ന് ഇത് പേര് കൂടുതലായിട്ട് വരുന്നത്. നേരത്തെ പൊഴിയൂരും പൂവാറും ഒക്കെ നേരത്തെ വരികയും ചെയ്തു, നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സാധനങ്ങളൊക്കെ മാറ്റിയോ? സാധനങ്ങൾ റോഡിന്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. വീടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ വെളിയിൽ വെച്ചിരിക്കുന്നത്. ഓ, അപ്പൊ ഈ നിലയ്ക്കാണ് മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രതിസന്ധി. കള്ളക്കടൽ പ്രതിഭാസം ജാഗ്രതാ നിർദ്ദേശം അതേപടി നിലനിൽക്കുന്നുണ്ട്. റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും അത് മാറ്റി ഓറഞ്ച് അലർട്ടാക്കിയിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ശക്തമായ തിരയടിയുണ്ട്. ഇന്ന് രാത്രി വരെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. മത്സ്യബന്ധന യാനങ്ങൾ ഉൾപ്പെടെയുള്ളവ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ മത്സ്യബന്ധന ഉപകരണങ്ങൾ അതെല്ലാം സുരക്ഷിതമായി വെക്കണമെന്ന ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. ഇന്ന് രാത്രി 10:30 വരെ അതിശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. 1.5 മീറ്റർ ഉയരത്തിൽ വരെ തിര ഉണ്ടാകാമെന്ന മുന്നറിയിപ്പാണുള്ളത്. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കൊച്ചിയുടെ തീരമേഖലകളിലും ജാഗ്രത തുടരുകയാണ്. ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഉൾപ്പെടെ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ഡാനി പോളിന്റെ റിപ്പോർട്ട്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്നുള്ള മുന്നറിയിപ്പ് അത് എല്ലായിടത്തും തന്നെ നൽകിയിട്ടുണ്ട്. എല്ലായിടത്തും ജാഗ്രത പാലിക്കുന്നു. കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ച് പരിസരത്താണുള്ളത്. ഇവിടെ സാധാരണഗതിയിൽ ഈ സമയത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ തിരമാലകൾ ഉണ്ട് എന്നാണ് ഇവിടെ എത്തുന്നവർ പറയുന്നത്, പരിസരത്തുള്ളവർ പറയുന്നത്. പോലീസിന്റെ ഒരു ജാഗ്രത ഇന്നലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. അവർ ഒരു പെട്രോളിംഗ് ജീപ്പ് അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടേക്ക് ആളുകൾ ഇതിലേക്ക് തീരത്തേക്ക് കൂടുതലായിട്ട് തിരകളിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നിർദ്ദേശങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് കാണുന്നതിനേക്കാളും കൂടുതൽ തിരമാലകൾ ഇവിടേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും അതിൽ ഒരു മുന്നറിയിപ്പ് സംവിധാനം എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഈ തീരമേഖലയിൽ പൊതുവെ തന്നെയും ഒരു ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് അവരോട് ഇവിടേക്ക് എത്തുന്നവരോടെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങളടക്കം നൽകുന്നത്. ഫോർട്ട് കൊച്ചി ആയതുകൊണ്ട് തന്നെ വിനോദ സഞ്ചാര ഒരു മേഖല കൂടിയാണ്. നമുക്കൊപ്പം ഫോർട്ട് കൊച്ചിയിൽ ഇവിടെ ലൈഫ് ഗാർഡായി നോക്കുന്ന പേരെങ്ങനെയാണ്? സർജൻ. സാധാരണഗതിയിലും ഒരു തിര കൂടുന്ന ഒരു അവസ്ഥയാണോ? എന്താ തോന്നുന്നത്? ഇപ്പൊ ലോ ടൈഡാണ്. ഇനിയിപ്പോ ഹൈ ടൈഡ് 6:12 വൈകുന്നേരം 6:12. സാധാരണഗതിയിൽ ഈ സമയത്ത് കാണുന്നതിനേക്കാൾ ഒരു തിരമാല തിരച്ചിൽ കൂടുതലാണ്. എന്താണ് നമ്മൾക്കെന്ന നിർദ്ദേശം എങ്ങനെയാണ്? ഇന്ന് തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസമൊക്കെ ആയതുകൊണ്ട് പോലീസിന്റെ ഒരു ജാഗ്രതയുണ്ട് തീർച്ചയായും. ഇവിടേക്ക് ഇറങ്ങരുതെന്നുള്ള ഉണ്ട്. അവർക്ക് മാറി നിൽക്കാൻ ഇന്നിപ്പോ ബീച്ച് ക്ലോസ് ചെയ്തിരിക്കണം, ഇറങ്ങാൻ പാടില്ല. എത്ര സമയം വരെ ഇതിന്റെ ഒരു മുന്നറിയിപ്പ് ഉണ്ട്? ഇവിടെ നാളെ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ ആളുകളെ ഒന്നും ഇവിടെ നിർത്താതെ നോക്കുവാണോ? ഓക്കെ നേരെ അടിച്ചു കയറുന്നുണ്ട്, ശക്തിയായിട്ട് അടിച്ചു കയറുന്നുണ്ട്. അവരെ വീട് മാറ്റുന്നുണ്ട്, ഇപ്പൊ ബാക്കിലേക്ക് മാറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഒരു മുന്നറിയിപ്പ് അടക്കമുള്ള ഒരു കാര്യങ്ങളിലെല്ലാം നിന്ന് പോകുന്നു. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ, കൊച്ചിയുടെ തീരമേഖലയിൽ നിരവധിയായ മത്സ്യത്തൊഴിലാളികൾ അടക്കമുണ്ട്. അവർക്കെല്ലാം ഈ മുന്നറിയിപ്പ് ബാധകമാണ്. അവരോട് മീൻപിടുത്തത്തിന് പോകുന്നതിനടക്കം ഒപ്പം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജാഗ്രതയോടുകൂടി തന്നെ കടന്നു പോകണം എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും കൊച്ചിയിൽ ഇതാണ് ഒരു അവസ്ഥ. അതോടൊപ്പം തന്നെ ചെല്ലാനം, വൈപ്പിൻ മേഖലകളിലാണ് കൂടുതലായും തന്നെയും തീരമേഖലകളുള്ളത്. മീൻപിടുത്തക്കാർ, മത്സ്യത്തൊഴിലാളികൾ കൂടുതലായുമുള്ള ഒരു പ്രദേശമെല്ലാം തന്നെ ഇവിടെയാണ്. ഹാർബറുകൾ ഇവിടെയാണ്. ഇവിടങ്ങളെല്ലാം തന്നെ അങ്ങനെയൊരു നിയന്ത്രണത്തിലും കടുത്ത മാർഗനിർദ്ദേശങ്ങൾക്കും അനുസരിച്ചുമാണ് ഈ സമയം കടന്നുപോകുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.
കല്ലടയാറ്റിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. പത്തനാപുരം മഞ്ചള്ളൂർ മഠത്തിൽ മണക്കാട് കടവിലായിരുന്നു സംഭവം. കുളിക്കാനെത്തിയ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കുളനട സ്വദേശി നിഖിൽ, മഞ്ചള്ളൂർ സ്വദേശി സുജിൻ എന്നിവരാണ് മരിച്ചത്. പാലക്കാട് ജില്ലയിൽ 2 ദിവസം കൂടി താപനില ഉയർന്നു തന്നെ 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 3 ഡിഗ്രി വരെയും തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയരുമെന്നാണ് പ്രവചനം. സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ്. പീക്ക് സമയത്തെ ആവശ്യകതയിൽ മാറ്റമില്ല. ഇന്നലെ 112.525 ദശലക്ഷം യൂണിറ്റാണ് ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ ആവശ്യകത 5754 മെഗാവാട്ടാണ്. നിയന്ത്രണങ്ങൾ പീക്ക് സമയ ആവശ്യകത കുറയ്ക്കുന്നില്ലെന്ന് വൈദ്യുതി ബോർഡ് പറഞ്ഞു. ഇടവേള. എറണാകുളത്ത് സ്വകാര്യ ഹോസ്റ്റലിൽ യുവതി പ്രസവിച്ചു. യുവതിയുടെ സുഹൃത്തുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് അമ്മയെയും കുഞ്ഞിനെയും പോലീസ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. 6 പേരടങ്ങുന്ന മുറിയിലാണ് യുവതി താമസിച്ചിരുന്നത്. യുവതിയുടെ അനാരോഗ്യം ശ്രദ്ധയിൽപ്പെട്ട സുഹൃത്തുക്കൾ കാര്യം അന്വേഷിച്ചുവെങ്കിലും മറ്റാരോഗ്യ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് യുവതി ഒഴിഞ്ഞുമാറുകയായിരുന്നു. ഹോസ്റ്റലിലെ ശുചിമുറിയിൽ കയറി കതകടച്ച യുവതി ഏറെ നേരത്തിന് ശേഷവും പുറത്തിറങ്ങാതായതോടെ സുഹൃത്തുക്കൾ വാതിലിൽ തട്ടി വിളിക്കുകയായിരുന്നു. തുറക്കാതായതോടെ 6 പേരും ഒരുമിച്ച് വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ച ആൺകുഞ്ഞിനെയും യുവതിയെയും കണ്ടെത്തുന്നത്. തുടർന്ന് ഇവർ നോർത്ത് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ആൺ സുഹൃത്തിൽ നിന്നാണ് ഗർഭം ധരിച്ചതെന്ന് പോലീസിനെ യുവതി വിവരം അറിയിച്ചു. ആൺസുഹൃത്തിന്റെ വീട്ടുകാരും യുവതിയുടെ വീട്ടുകാരും ആശുപത്രിയിലെത്തി യുവതിയെയും കുഞ്ഞിനെയും സന്ദർശിക്കുകയും ചെയ്തു. എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ജീവനക്കാരിയാണ് ഈ യുവതി. എന്തായാലും കുഞ്ഞും അമ്മയും സുഖമായിരിക്കുന്നുവെന്നും പോലീസ് അറിയിച്ചു. ദേവികുളം മുൻ എംഎൽഎയും സിപിഎം നേതാവുമായ എസ് രാജേന്ദ്രനെ സന്ദർശിച്ച ബിജെപി നേതാക്കൾ. മൂന്നാറിക്ക നഗറിലെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമിളാദേവി, മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി എന്നിവരാണ് എത്തിയത്. എന്നാൽ ബിജെപി നേതാക്കൾ എത്തിയതിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നാണ് എസ് രാജേന്ദ്രന്റെ പ്രതികരണം. കെ സുധാകരന് കെപിസിസി അധ്യക്ഷ സ്ഥാനം കൈമാറുന്നതിൽ ആശയക്കുഴപ്പം. ചുമതല എപ്പോൾ കൈമാറുമെന്ന് തീരുമാനിക്കാൻ വീണ്ടും യോഗം ചേരും. അധ്യക്ഷ സ്ഥാനം തിരികെ വേണമെന്ന ആവശ്യത്തിൽ സുധാകരൻ ഉറച്ചു നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ കെപിസിസി അധ്യക്ഷന്റെ ചുമതല എം ഹസന് കൈമാറിയ കെ സുധാകരൻ ഇന്നലെ തലസ്ഥാനത്തേക്ക് തിരികെയെത്തിയത് കെപിസിസിയുടെ നേതൃയോഗത്തിൽ അദ്ദേഹത്തിന്റെ പദവിയിലേക്ക് തിരികെ എത്താമെന്ന പ്രതീക്ഷയോടെയായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭാവികളും ഒപ്പമുണ്ടായിരുന്നവരും എല്ലാവരും ആ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. അതിൽ അനിശ്ചിതത്വം നേരിടുന്നുവെന്ന നിർണായകമായ വിവരങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. അവിടെ പ്രധാനമായി ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കൂടി വന്നതിന് ശേഷം മാത്രം കെപിസിസി അധ്യക്ഷ സ്ഥാനം കെ സുധാകരന് തിരികെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ധാരണയിൽ എത്തിയാൽ മതി എന്ന നിലപാടിലേക്ക് നേതാക്കളിൽ ഒരു വിഭാഗം എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്തായാലും കെ സുധാകരനോട് ഒപ്പമുള്ളവർ ഏറ്റവും ഒടുവിൽ നൽകുന്ന സൂചനകൾ അനുസരിച്ച് 7-ാം തീയതി ഡൽഹിയിൽ ഹൈക്കമാൻഡിന്റെ നേതൃത്വം കൂടിയാലോചനകൾ നടത്തിയ ശേഷമായിരിക്കാം ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം എടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് അനുഭാവപൂർണമായ ഒരു തീരുമാനം കെ സുധാകരനെ വീണ്ടും കെപിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം വരുമെന്ന പ്രതീക്ഷയിലാണ് സുധാകരൻ ക്യാമ്പുള്ളത്. മറിച്ചൊരു തീരുമാനം ഉണ്ടായാൽ അത് കോൺഗ്രസിനുള്ളിൽ നേതാക്കൾക്കിടയിൽ വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യമുണ്ടാകും. സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പുമാണ് ഇനി കോൺഗ്രസിന് മുമ്പിലുള്ള ലക്ഷ്യം. അതിനെ നയിക്കാൻ സുധാകരൻ പ്രാപ്തനല്ല എന്ന നിലപാടുമായി ഒരു വിഭാഗം നിലയുറപ്പിക്കുമ്പോൾ കെ സുധാകരനെ അനുകൂലിക്കുന്ന പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷം, നേതാക്കളിൽ ബഹുഭൂരിപക്ഷം അവർ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വെത്തുന്ന സാഹചര്യമുണ്ടാകും. അത് സംഘടനയ്ക്കുള്ളിൽ വലിയ തരത്തിലുള്ള തർക്കങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. അതുകൊണ്ട് എടുത്തുചാടി സുധാകരനെതിരെ അത്തരമൊരു നീക്കം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ. പക്ഷേ താൽക്കാലികമായെങ്കിലും അദ്ദേഹത്തിന് കെപിസിസി അധ്യക്ഷന്റെ ചുമതല കൈമാറുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നത് പ്രവർത്തകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്.
എം കെ രാഘവൻ തനിക്കെതിരെ കെപിസിസി യോഗത്തിൽ വിമർശനമുയർത്തിയെന്ന് തെറ്റായ പ്രചരണമാണെന്ന് ടി സിദ്ദിഖ്. പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ബോധപൂർവമായി നടക്കുന്ന പ്രചരണമാണിത്. പ്രചരണ രംഗത്ത് ടി സിദ്ദിഖിൽ നിന്നും സഹകരണമുണ്ടായില്ലെന്ന വിമർശനമാണ് ഇന്നലെ ചേർന്ന കെപിസിസി യോഗത്തിൽ എം കെ രാഘവൻ ഉന്നയിച്ചത്. ഇന്നലെ ശ്രീ എം കെ രാഘവൻ KPC മീറ്റിംഗിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ശ്രീ എം കെ രാഘവൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും നല്ല പിന്തുണ കിട്ടി, ഒറ്റക്കെട്ടായ പ്രവർത്തനം നടന്നു, നല്ല വിജയം കോഴിക്കോട് ഉണ്ടാകും എന്നാണ് ബഹുമാന്യനായ ശ്രീ എം കെ രാഘവൻ മീറ്റിംഗിൽ പ്രസംഗിച്ചത്. ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരാൾ SMS അയക്കുകയാണ്, നിങ്ങൾക്കെതിരായി എം കെ രാഘവൻ മീറ്റിംഗിൽ ആഞ്ഞടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാൻ വാർത്ത നോക്കി. തൃശ്ശൂരിൽ ജോസ് വള്ളൂരിനെയും TM പ്രതാപനെയും ഇരുത്തി മുരളീധരൻ വിമർശിച്ചു. എം കെ രാഘവൻ ഞാൻ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെ ആഞ്ഞടിച്ചു. ഇതാണ് വാർത്ത. ഇത് രണ്ടും തെറ്റാണ്. അവിടെ വെച്ച് തന്നെ ആ മാധ്യമ പ്രവർത്തനോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി ഫേസ്ബുക്ക് ഇട്ടു. ചേവായൂർ ബാങ്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനം അതേ മീറ്റിംഗിൽ റൈസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളൊക്കെ റൈസ് ചെയ്യുന്നതാണ്. ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. അതല്ലാതെ ഒരു കേസും പറഞ്ഞിട്ടില്ല. ലൈംഗിക അതിക്രമ കേസിൽ കർണാടകയിലെ JDS നേതാവ് HD രേവണ്ണയെ 4 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. മെയ് 8 വരെയാണ് കസ്റ്റഡി. ശനിയാഴ്ചയാണ് രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. രേവണ്ണയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. എന്നാൽ കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്തരമൊരു ആരോപണം ഉണ്ടായിട്ടില്ല എന്നും HD രേവണ്ണ പ്രതികരിച്ചു. ഇതിനിടെ പ്രജ്വൽ രേവണ്ണ കർണാടക തെരഞ്ഞെടുപ്പിന് ശേഷം കീഴടങ്ങിയേക്കുമെന്ന സൂചനകൾ പുറത്തുവന്നു. ജർമ്മനിയിലുള്ള പ്രജ്വലിനായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഹോളിവുഡ് നടൻ ബെർണാഡ് ഹിൽ അന്തരിച്ചു. ടൈറ്റാനിക്, ലോർഡ് ഓഫ് റിംഗ്സ് എന്നീ ചിത്രങ്ങളിലൂടെ ലോകമാകെ ആരാധകരുള്ള നടനാണ്. ടൈറ്റാനിക്കിൽ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന്റെ കഥാപാത്രത്തെ അനശ്വരമാക്കിയിരുന്നു. 5 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ നാടകത്തിലും ടെലിവിഷനിലും നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു. ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. 12 സംസ്ഥാനങ്ങളിലെ 94 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിലെ വോട്ടർമാർ ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലെത്തും. അസമിലെ 4 സീറ്റുകളും ബീഹാറിലെ 5 സീറ്റുകളും ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളും ചൊവ്വാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. വിവാദങ്ങൾക്കിടെ കർണാടകയിലെ 14 ലോക്സഭാ മണ്ഡലങ്ങളിലെയും പശ്ചിമ ബംഗാളിലെ 4 മണ്ഡലങ്ങളിലെ വോട്ടർമാരും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. മധ്യപ്രദേശിൽ 8ഇടത്തും മഹാരാഷ്ട്രയിലെ 11 സീറ്റുകളിലും ഉത്തർപ്രദേശിലെ 10 സീറ്റുകളിലും 3ാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ, ദിഗ്വിജയ് സിംഗ്, സുപ്രിയ സുലെ, അധിർ രഞ്ജൻ ചൌധരി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ 3ാം ഘട്ടത്തിൽ ജനവിധി തേടും. ബുള്ളറ്റിൻ പൂർണ്ണമാകും മുൻപ് സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6570, പവന് 52,560. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5490, പവന് 43,920. വെള്ളി ഗ്രാമിന് 87, കിലോയ്ക്ക് 87,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്ന ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം. യാത്രക്കാരുമായി